ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇതിപ്പോൾ നെക്കിൻ്റെ സൈഡിലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എംബ്രോയ്ഡറി ലുക്ക് തന്നെയാണ്, പക്ഷേ ഞാൻ എംബ്രോയ്ഡറി ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ ഇതുപോലുള്ള ലേസ് നമുക്ക് വാങ്ങാൻ കിട്ടും. കണ്ടോ, ഇപ്പോൾ ഇത് നല്ലൊരു പിങ്ക് കളറിലെ കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം എംബ്രോയ്ഡറി ചെയ്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ നൂല് കൊണ്ട് തന്നെയുള്ള വർക്കാണ് അതിനകത്ത് ഫുൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല കളറിലാണ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് പല കളറിലാണ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഇപ്പം എനിക്ക് ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഷേപ്പ് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഇതൊക്കെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മാത്രം കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചധികം കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്കിലായിട്ട് പിടിപ്പിച്ച് പിന്നെ ചെറിയൊരു രീതിയിൽ സ്റ്റോൺസും കൂടെ വെച്ച് പിടിപ്പിക്കാം. കണ്ടോ, ഇതുപോലെ ഞാനിപ്പോൾ കുറച്ചധികം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് പിടിപ്പിക്കാം. ആദ്യം ഞാനിത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യണമെന്നില്ല, ഇത് നല്ല തുണിയുടെ പോലെ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. പക്ഷേ എന്നാലും നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഒന്ന് യൂസ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറേ കൂടി നീറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇതിൻ്റെ അറൗണ്ടായിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒരു നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊക്കെ ചെയ്യേണ്ടത് ഈ സൈഡിലായിട്ടൊക്കെയും ഓരോ ഇതുപോലുള്ള ഡ്രോപ്പ് ഷേപ്പിലുള്ള സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാൻ പോവുക ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്. അപ്പോൾ അത് വേണ്ട, ഇത് സിമ്പിളായിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റോൺസ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു അകത്തേക്കായിട്ട്, ഈ ഒരു ഷേപ്പിൻ്റെ അകത്തേക്കായിട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് ഇതിന് ബോർഡറായിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലുള്ള സാരി ത്രെഡ് ഉണ്ടല്ലോ, സാരി ത്രെഡ് എന്ന് വെച്ചാൽ ഇതുപോലെ ഗോൾഡൻ കളറിലെ ത്രെഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലെ ഒരു റോളായിട്ട് ഇങ്ങനെ ഇതുപോലെ റോളായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ത്രെഡാണ് ഇപ്പോൾ ഇതിനായിട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാര്യം മറ്റേ ത്രെഡ് സാധാരണ നൂലിട്ടാൽ ചിലപ്പോൾ കാണുകയാണെങ്കിൽ അതൊരു ത്രെഡായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇതാവുമ്പോൾ അറിയത്തില്ല, ഇതിൻ്റെ ബോർഡറും ഗോൾഡൻ കളറാണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി തയ്ച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരെണ്ണം ഇതുപോലെ സൂചി മുകളിൽ ഈ ഗോൾഡൻ കളറിൻ്റെ അറ്റത്തായിട്ട് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഒട്ടും അറിയത്തില്ല അത്. ഇത് സാധാരണ സ്റ്റിച്ച് തന്നെ ഇടുന്നത്, നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ അങ്ങ് താഴ്ത്തി ഇറക്കിയാൽ മതി. അതും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യേണ്ട, ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും, ഇളകുകയില്ല. അതുപോലെ ഇവിടെയും ചെയ്യാം. കാരണം നമ്മളിവിടോട്ടൊന്നും ഗം ഒട്ടിച്ച് കൊടുത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടിരിക്കും. കണ്ടോ? അപ്പോൾ ഇത് കണ്ടോ, ഇത് ഫുൾ ചുറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതുപോലെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല എംബ്രോയ്ഡറി ചെയ്ത പോലെ തന്നെ ആയിരിക്കുന്നത്. നെക്ക് മാർക്കായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെ വീണ്ടും സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.